ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ്. ടൊമാറ്റോ റൈസ് സാധാരണ എല്ലാവരും വീട്ടിൽ എളുപ്പത്തിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ പിള്ളേര് കുഞ്ഞിതായിരിക്കുമ്പോൾ അവരെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല രീതിയിലുള്ള റൈസുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പൊ ഇവിടെയും ഞാൻ രണ്ട് രീതിയിൽ ഞാൻ എപ്പോഴും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അവർക്കത് കൊടുക്കുമ്പോ ആ ടേസ്റ്റ് മാറ്റം എന്തായാലും അവർ പറയും. ഒരെണ്ണം കൊടുക്കുമ്പോ പറയും ഇതമ്മേരെ ഉടായ്പ ടൊമാറ്റോ റൈസ്, വേറെ കൊടുക്കുമ്പോ അവർക്ക് കറക്റ്റ് ടേസ്റ്റ് അറിയാം. വേറെ രീതിയിൽ കൊടുക്കുമ്പോ അവര് അത് നമ്മള് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ അറിയുന്നില്ലല്ലോ എങ്ങനെയാന്ന്. പക്ഷെ ടേസ്റ്റ് കൊണ്ട് അവര് മനസ്സിലാക്കി ഇത് നമ്മുടെ സൂപ്പർ ടൊമാറ്റോ റൈസ് എന്ന് പറയും. അപ്പൊ ആ ടൊമാറ്റോ റൈസ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം. എന്തായാലും ചെറിയ വ്യത്യസ്തത ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസിൽ. ഭയങ്കര സിമ്പിളും ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏത് റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, അതായത് ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയന്റ് ടൊമാറ്റോ തന്നെ 3 പഴുത്ത ടൊമാറ്റോ വേണം എടുക്കാൻ. 3 ടൊമാറ്റോ ഞാൻ എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മസാലകളാണ്. ഈ മസാലകൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് 4 ടീസ്പൂൺ കൊറിയാണ്ടർ സീഡ്സ്, മല്ലി, മുഴുവമല്ലി, പിന്നെ ഇത്രയും പോകുന്ന ഒരു കഷ്ണം കറുവാപ്പട്ട എടുത്തു വെച്ചിട്ടുണ്ട്, 3 കറിയാമ്പു, 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 വറ്റൽമുളക്. ഇതിപ്പോ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ എടുക്കുക. പിന്നെ കുറച്ച് നമ്മള് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സോൾട്ട് വേണം, കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ അത്യാവശ്യത്തിന് വെള്ളം വേണം. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ അരി, അതായത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും അരി. ഞാൻ കഴുകി ഒരു സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പൊ ഒരു പാൻ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കരിയാണ്ട് നോക്കണം. പിന്നെ മാത്രമല്ല ഇത് ഇങ്ങനെ റോസ്റ്റ് ആയി വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മല്ലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ട് നല്ല സ്മെല്ല് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലെ ചെറിയ കപ്പിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ, ഭയങ്കര ഫൈൻ പൗഡർ ഒന്നും ആവില്ല. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുത്തത്. ഇനി നമ്മൾ കുക്ക് ചെയ്യണത് ഒരു കുക്കറിലാണ്. അപ്പൊ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മള് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, അപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അപ്പൊ ഇതൊന്ന് ചൂടാവണം. ഇനി നമുക്ക് ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ചെറുതായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. അത്
ചിലർക്ക് ജീരകത്തിന്റെ സ്വാദ് ഇഷ്ടമുള്ളവര് അത് 1 ടീസ്പൂൺ ആക്കിയാലും വിരോധമില്ല. ഇവിടെ ജീരകത്തിന്റെ സ്വാദത്തിന് ഇഷ്ടം കുറവായതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ മാത്രം ജീരകം ഇടുന്നു. അപ്പൊ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മള് സവാള ഒരെണ്ണം ചോപ്പ് ചെയ്ത് വെച്ചതും ഈ മുളകും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും ഒന്ന് ട്രാൻസ്ലൂസന്റ് ആയിട്ട് വന്നാൽ മതി, നന്നായിട്ട് മുരിയണ്ട. അപ്പൊ എന്തായാലും ഈ രീതി ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കട്ടെ. മിക്കവാറും എല്ലാവരും എന്താ പറയാ റൈസ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം സവാളയൊക്കെ വഴറ്റി അങ്ങനെയാണ്. ഇത് ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മള് മസാല ഇങ്ങനെ പൊടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എന്ന് വെച്ചാൽ ഇഞ്ചിയും ഇതൊക്കെ ഉള്ള കാരണം എണ്ണയിലല്ലല്ലോ മുറിച്ചെടുക്കണത്, അപ്പൊ റോസ്റ്റ് ചെയ്തെടുക്കണത്. അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ടൊമാറ്റോ റൈസ്. ഇപ്പൊ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ ആണ്. അപ്പൊ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി, കുക്ക് ആവണ്ട മുഴുവനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കണ മസാല ആഡ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാനൊരു 4 ടീസ്പൂൺ ആദ്യം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയുണ്ട് അതിന്റെ സ്പൈസ് ലെവൽ എങ്ങനെയുണ്ട് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ, വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം. ഇനി ഇതിൽ നമ്മൾ മല്ലിയില, ഇനി നമുക്ക് ആവശ്യത്തിന് സോൾട്ട്, ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതില് വെള്ളം, അപ്പൊ ഞാൻ 1 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കണേ. അപ്പൊ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുക. ഇനി നമ്മള് ഇപ്പോഴാണ് ഉപ്പും അതുപോലെ ഈ സ്പൈസ് ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി 1 ടീസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി മാത്രം ആഡ് ചെയ്താൽ മതി, ബാക്കിയുള്ള നമുക്ക് എടുത്തു വെക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ, അതായത് ഇത് കുക്ക് ആവണ വരെ. ചില റൈസ് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ 2 വിസിലായിരിക്കും വേണ്ടത്. അപ്പൊ കുക്ക് ആവണ ആ അരിയുടെ വേവ് നോക്കിയിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുക. പിന്നെ ബസ്മതി റൈസിന് സാധാരണ 1 വിസിലാണ് കൊടുക്കാറ്. അപ്പൊ 1 വിസില് അടിക്കട്ടെ. അപ്പൊ 1 വിസിലടിക്കാൻ കുറച്ച് ടൈം വേണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ കുഞ്ഞു ചലഞ്ച്. അപ്പൊ ഈ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-55 വയസ്സിന് മേലെയുള്ളവരുടെ അടുത്ത് ഞാൻ വെല്ലുവിളിക്കാനില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതിന് താഴെയുള്ള ആൾക്കാർ, അതായത് ഒരു 18 വയസ്സുള്ള പിള്ളേരോട് വരെ ഞാൻ ചലഞ്ച് ചെയ്യാണ്. ഒരു കാര്യം, ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. നമ്മുടെ നീസ് വളയാണ്ട് നോക്കണം, അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. അതായത് മുന്നിലോട്ടും 2 സൈഡിലേക്കും, അതുപോലെ ഈ 2 കൈ ഇതേപോലെ സൈഡിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും എല്ലാവർക്കും ഇതുവരെ എത്തുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൈ മുഴുവനായിട്ട് ഇങ്ങനെ വെക്കാൻ ശ്രമിക്കാം. അപ്പൊ അത്രയും ഫ്ലെക്സിബിൾ ആയവർക്കാണ്
ആ ഒരു രീതിയിൽ പറ്റുക. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മള് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കൈ താഴെ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ എന്താ ഞാൻ പണ്ടത്തെ അമ്മമാരുടെ കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ അമ്മമാര് തറ തുറക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കുമ്പിട്ടിട്ട് കാല് മുട്ട് വളയാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തുറക്കണ കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവരോട് ഞാൻ ചലഞ്ച് ചെയ്യാനില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ വരണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി നമ്മുടെ ടൊമാറ്റോ റൈസ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ച് വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടാ. നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല നല്ല സ്മെല്ലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ടൊമാറ്റോ റൈസ്. ഇത്രയും ഈസി ആയിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.